ബിജെപി പ്രതിപക്ഷം ഭയക്കുന്നു എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സംഭവിച്ചിരിക്കുന്ന നാക്കുപിഴ. സ്ത്രീ പ്രാതിനിധ്യം സംബന്ധിച്ച് രാജ്യസഭയിൽ നടന്ന ചർച്ചയ്ക്കിടെ ആയിരുന്നു സംഭവം. ലോക്സഭയിലെ ബിജെപി സർക്കാരിന്റെ ഭൂരിപക്ഷം സംബന്ധിച്ചായിരുന്നു ഖാർഗെയുടെ പരാമർശം. നിങ്ങൾക്ക് 330-334 സീറ്റുകളുടെ ഭൂരിപക്ഷം ലോക്സഭയിലുണ്ട്. ഇപ്പോൾ അത് 400 കടന്നിരിക്കുകയാണ് എന്നായിരുന്നു ഖാർഗെ പറഞ്ഞത്. ഇതിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിക്കുകയാണ്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി 400-ലധികം സീറ്റുകൾ നേടുമെന്ന് നേതാക്കൾ പറഞ്ഞിരുന്നു. ഇതിനിടെയാണ് ഖാർഗെ ബിജെപിയുടെ ഭൂരിപക്ഷം 400 കടന്നു എന്ന് പറയുന്നത്. ഖാർഗെയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ സഭയിലുണ്ടായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും മറ്റ് അംഗങ്ങളുമെല്ലാം പൊട്ടിച്ചിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഖാർഗെ ഒടുവിൽ സത്യം പറഞ്ഞിരിക്കുകയാണ് എന്നും അതിൽ സത്യമല്ലാതെ മറ്റൊന്നുമില്ല എന്നുമായിരുന്നു ഖാർഗെയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പീയൂഷ് ഗോയൽ സഭയിൽ പറഞ്ഞത്. ബിജെപിയുടെ ഔദ്യോഗിക എക്സ് അക്കൌണ്ടിലും ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ തന്റെ പരാമർശത്തിന് ഖാർഗെ സഭയ്ക്കുള്ളിൽ തന്നെ വിശദീകരണവും നൽകി. ഒരു പ്രതിപക്ഷ നേതാവിനെ ആരും ഇത്രയധികം അഭിനന്ദിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തിനാണ് എന്നെ പ്രശംസിക്കുന്നത് എന്ന് എനിക്കറിയാം. 400-500 സീറ്റിൽ കൂടുതൽ കിട്ടുമെന്നാണ് ബിജെപി കാഹളം മുഴക്കുന്നത്. എന്നാൽ അവർ ഇക്കുറി 100 സീറ്റുകൾ പോലും കടക്കില്ല. കാരണം ഇന്ത്യ മുന്നണി ശക്തമാണ് എന്നായിരുന്നു ഖാർഗെയുടെ അവകാശവാദം. എന്നാൽ ഇന്ത്യ മുന്നണിയിലെ ഓരോ അംഗങ്ങൾ വെച്ച് ദിവസേന സഖ്യം വിടുകയാണ് എന്നും അങ്ങനെ ഒരു സഖ്യം നിലവിലുണ്ടോ എന്ന് പോലും തങ്ങൾക്ക് അറിയില്ല എന്ന് പീയൂഷ് ഗോയലും പരിഹസിച്ചു. അതേസമയം ഏത് പാർട്ടിയിൽ നിന്നാലും രാജ്യത്തെ വിഭജിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അനുവദിക്കാനാകില്ല എന്നും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായി ഫണ്ട് കിട്ടുന്നില്ല എന്ന് ആരോപിച്ച് ദക്ഷിണേന്ത്യക്ക് മാത്രമായി വേറെ രാജ്യം ആവശ്യപ്പെട്ട കോൺഗ്രസ് MP DK സുരേഷിന്റെ വിവാദ പരാമർശത്തിനെതിരെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ വിഭജിക്കാൻ ആരെങ്കിലും പറഞ്ഞാൽ അതൊരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെ ആവശ്യപ്പെടുന്നയാൾ ഏത് പാർട്ടിയിൽ നിന്നുള്ള ആളായാലും അത് എന്റേതാവട്ടെ മറ്റേതെങ്കിലും ആവട്ടെ, കന്യാകുമാരി മുതൽ കശ്മീർ വരെ നമ്മൾ ഒന്നാണെന്നും എന്നും ഒന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നായിരുന്നു ഖാർഗെയുടെ വാക്കുകൾ. വ്യാഴാഴ്ച പാർലമെന്റിൽ കേന്ദ്ര നിയമമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച 2024-25 ഇടക്കാല ബജറ്റിനെതിരെ പ്രതികരിക്കുമ്പോഴായിരുന്നു DK സുരേഷ് വിവാദ പ്രസ്താവന നടത്തിയത്. ദക്ഷിണേന്ത്യയുടെ അനീതിയാണ് കാണിച്ചതെന്നും ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട ഫണ്ട് തിരിച്ചുവിട്ട് ഉത്തരേന്ത്യയിൽ വിതരണം ചെയ്യുകയാണ് എന്നും അദ്ദേഹം ആരോപിച്ചു. ഇതിനിടെ സുരേഷിന്റെ പ്രസ്താവനയുടെ പേരിൽ കോൺഗ്രസിനെ ബിജെപി കടന്നാക്രമിച്ചു. പഴയ വലിയ പാർട്ടിക്ക് വിഭജിച്ച് ഭരിച്ചുള്ള ശീലമാണുള്ളത് എന്ന് MP തേജസ്വി സൂര്യ പറഞ്ഞു. ജോഡോ യാത്രയിലൂടെ അവരുടെ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്തെ ഒരുമിപ്പിക്കാൻ ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുകയാണ്. വിഭജിച്ച് ഭരിക്കുക എന്ന കോൺഗ്രസിന്റെ ആശയം കൊളോണിയലിസ്റ്റുകളെക്കാൾ മോശമാണ് എന്ന് സൂര്യ ട്വീറ്റ് ചെയ്തു. പ്രസ്താവന വിവാദമായതോടെ വിശദീകരണവുമായി DK സുരേഷും രംഗത്തെത്തിയിരുന്നു. ബിജെപിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിന്റെ ഫണ്ട് വിതരണത്തിലെ അനീതിയാണ് കാണിക്കാൻ ശ്രമിച്ചത് എന്നും താനൊരു അഭിമാനിയായ ഇന്ത്യക്കാരനും അഭിമാനിയായ കന്നഡികയുമാണ് എന്നായിരുന്നു അദ്ദേഹം എക്സിൽ കുറിച്ചത്. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.